ഹൈക്കോടതിയിൽ നിന്നൊരു പ്രധാനപ്പെട്ട ഒരു വിവരം വരുന്നു എന്താണെന്ന് വെച്ചാൽ ഈ വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത സഹായത്തിൽ കേന്ദ്ര സർക്കാരിനോട് ചോദ്യങ്ങൾ ഉയർത്തുന്നു. അതോടൊപ്പം തന്നെ തുക വകയിരുത്തിയതിന്റെ മുഴുവൻ വിവരവും ലഭ്യമാക്കണമെന്ന് കേന്ദ്രത്തോട് ഹൈക്കോടതി നിർദ്ദേശം വരുമ്പോൾ കേസ് വീണ്ടും നാളെ പരിഗണിക്കുന്നതായിരിക്കും. രാഗിനാണ് അതിന്റെ വിവരങ്ങൾ നൽകാനുള്ളത്. രാഗിൻ, ഒരിടത്ത് കേന്ദ്രം, അതായത് കേരളം ഈ തരത്തിൽ സഹായം അഭ്യർത്ഥിക്കാൻ തന്നെ വൈകി എന്നുള്ള വിവരം വരികയാണ്. 3.5 മാസം ദുരന്തം നടന്ന് 3.5 മാസമായി പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടിട്ടും അതിനുശേഷവുമാണ് കേരളം ഇത്തരത്തിൽ സഹായത്തിനായി അപേക്ഷിച്ചതെന്നുള്ള വാർത്ത വരുന്നു രാജ്യ തലസ്ഥാനത്ത് നിന്ന്. അതേസമയമാണ് ഇവിടെ ഹൈക്കോടതി കേന്ദ്രത്തിനോട് ചോദ്യങ്ങൾ ഉയർത്തുന്നത്. എന്തൊക്കെയാണ് കോടതിയുടെ ചോദ്യങ്ങൾ? വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി സ്വമേധയാ എടുത്ത കേസും അതോടൊപ്പം തന്നെ പൊതുതാൽപര്യ ഹർജികളുമാണ് ഡിവിഷൻ ബെഞ്ചിന്റെ പരിഗണനയിലുള്ളത്. ഇന്ന് ഈ കേസാണ് പരിഗണനയ്ക്ക് വന്നത്. ഈ ഘട്ടത്തിലാണ് കോടതി കേന്ദ്ര സർക്കാരിനോട് ചില ചോദ്യങ്ങൾ ചോദിച്ചത്. അതായത് എത്ര തുകയാണ് വകയിരുത്തിയിരിക്കുന്നത്, എത്ര തുകയാണ് ഈ ദുരന്തത്തിന്റെ ഭാഗമായി അനുവദിച്ചിരിക്കുന്നത്, അതോടൊപ്പം തന്നെ എത്ര തുക ആ അനുവദിച്ചതിൽ നിന്ന് ചെലവഴിച്ചു എന്ന കാര്യമാണ് കോടതി ഇപ്പോൾ കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഈ അനുവദിച്ചതിന്റെ അതോടൊപ്പം തന്നെ ചെലവഴിച്ചതിന്റെ മുഴുവൻ വിവരവും കംപ്ലീറ്റ് പിക്ചറും ആവശ്യമാണ് എന്ന് കോടതി കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു ദിവസത്തെ സാവകാശം ഈ അഫിഡവിറ്റ് ഫയൽ ചെയ്യാൻ കേന്ദ്ര സർക്കാർ ചോദിച്ചിരിക്കുകയാണ്. തുടർന്ന് കേസ് നാളത്തേക്ക് പരിഗണിക്കാൻ മാറ്റി. ഇതിൽ കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന അഫിഡവിറ്റ് വളരെ നിർണായകമാകും. ഇപ്പോൾ ചോദിച്ചതുപോലെ നേരത്തെ കേന്ദ്രം ഈ വയനാട് ദുരന്തത്തെ അതീവ ഗുരുതര സ്വഭാവമുള്ള ദുരന്തത്തിന്റെ ഗണത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. പക്ഷേ നേരത്തെ ഇത്തരത്തിൽ ധനസഹായം ലഭ്യമാക്കുന്നതിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ടില്ല എന്നായിരുന്നു സംസ്ഥാനം കുറ്റപ്പെടുത്തിയിരുന്നത്. പക്ഷേ ഇപ്പോൾ കേന്ദ്രം പറയുന്നത് ഇതിൽ ഒരു ലാഗ് ഉണ്ടായിട്ടുണ്ട്, വിശദമായിട്ടുള്ള നിവേദനം സമർപ്പിക്കുന്നതിൽ ലാഗ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് കേന്ദ്രത്തിന്റെ വാദം. ഒരുപക്ഷെ ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി ഈ ഹൈക്കോടതിയിൽ കൊടുക്കുന്ന അഫിഡവിറ്റിന്റെ ഭാഗമായി പരിഗണനയ്ക്ക് അല്ലെങ്കിൽ പരിശോധനയ്ക്ക് വന്നേക്കും. സ്വാഭാവികമായും അതിൽ കോടതി അടക്കം എടുക്കുന്ന തീരുമാനം അല്ലെങ്കിൽ കോടതി അടക്കം എടുക്കാൻ പോകുന്ന നിലപാടെന്നതും വളരെ സുപ്രധാനമാണ്. എന്തായാലും കേന്ദ്രം ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ കത്ത് ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. അതിലെടുക്കുന്ന നിലപാട് സംസ്ഥാനത്തെ കുറ്റപ്പെടുത്തുന്ന നിലപാടാണ്. പക്ഷേ സംസ്ഥാനം നേരത്തെ ഹൈക്കോടതിയിൽ അടക്കം എടുത്തത് ഇതിൽ അമിക്കസ് ക്യൂറി നേരത്തെ റിപ്പോർട്ട് കൊടുത്തിരുന്നത് ഇത്തരത്തിൽ നിവേദനം അല്ലെങ്കിൽ പണം കിട്ടിയിട്ടില്ല എന്നതായിരുന്നു നേരത്തെ റിപ്പോർട്ട് കൊടുത്തിരുന്നത്. പക്ഷേ 290 സാധാരണക്കാരന് മനസ്സിലാകാത്ത തരത്തിൽ പരസ്പരം പഴിചാരുകയാണ് കേന്ദ്രവും സംസ്ഥാനവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരു മഹാദുരന്തം നടന്ന മണ്ണാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ ഈ മണ്ണിനടിയിലുള്ളത് എന്റെ മക്കളാണ്, അവരെവിടെ ഉണ്ടോ എന്ന് പോലും അറിയില്ല എന്ന് വേദനയോട് പറയുന്ന ഒരച്ഛനല്ല, ഒരുപാട് അച്ഛന്മാർ, ഒരുപാട് മനുഷ്യന്മാർ നമുക്ക് മുമ്പിലുണ്ട്. അതിനിടയിലാണ് ഈ വാർത്ത പുറത്തു വരികയും ചെയ്യുന്നത്. കേരളം ഈ തരത്തിൽ വീഴ്ച കേരളത്തിന്റെ ഭാഗത്തു നിന്ന് സംഭവിച്ചത്. പ്രശാന്ത് കൃഷ്ണ കൂടി തുടരുന്നു. പ്രശാന്ത്, ഈ തരത്തിലാണ് കാര്യങ്ങൾ. ഇപ്പോൾ റിപ്പോർട്ട് ഇത്രത്തോളം വൈകിയത് എന്തുകൊണ്ടാണ് എന്ന് സംസ്ഥാന സർക്കാരിനോട് ചോദിക്കേണ്ട അവസ്ഥയിലേക്കുള്ള ഒരു മറുപടി അത് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും വരികയാണ്. എങ്ങനെയാണ് ഈ നീക്കങ്ങളൊക്കെ കാണേണ്ടത്? ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് ഒരു മറുപടി പറയേണ്ട സാഹചര്യമാണല്ലോ. ഇപ്പോൾ ടി സിദ്ദിഖ് MLA പറയുന്ന പോലെ ഒരു റിപ്പോർട്ടിന്റെയും ആവശ്യമില്ല, ഈ ജനതയുടെ ദുരിതങ്ങൾ നിങ്ങൾ നേരിട്ട് കണ്ടതല്ലേ എന്ന് കോൺഗ്രസും ചോദിക്കുന്നുണ്ട്. പൂജ, ഇതിൽ ആരാണ് കള്ളം പറയുന്നത് എന്നതാണ് ഇവിടെ ഈ പ്രസക്തമായ ചോദ്യം. അതായത് പ്രധാനമന്ത്രിയുടെ സന്ദർശനം നടത്തി 100 ദിവസം പിന്നിട്ട ശേഷവും കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് സഹായം ഉണ്ടായില്ല. NDRF ദേശീയ ദുരന്ത പ്രതികരണ ഫണ്ടിൽ നിന്നുള്ള സഹായം ചോദിക്കുമ്പോൾ SDRFൽ പണമുണ്ട്, അതിൽ നിന്ന് വിനിയോഗിക്കണം ആദ്യം എന്ന മറുപടിയാണ് കേന്ദ്രം നൽകുന്നത്. അപ്പോൾ നവംബർ മാസം 16-ാം തീയതി റവന്യൂ മന്ത്രി K രാജന്റെ ഓഫീസിൽ നിന്ന് വന്ന വാർത്താക്കുറിപ്പിലെ ഒരു പ്രസക്തമായ ഭാഗം ഞാൻ വായിക്കാം. കേരളത്തിലെ ദുരന്തത്തെക്കുറിച്ച് പഠിക്കാൻ ഇന്റർ മിനിസ്റ്റീരിയൽ സെൻട്രൽ ടീം IMCT എത്തിച്ചേർന്ന് ചൂരൽമലയിലെ നഷ്ടത്തിന്റെ പ്രാഥമികമായ കണക്കെടുക്കുകയും വിശദമായ മെമ്മോറാണ്ടം കേന്ദ്രത്തിന് സമർപ്പിക്കാൻ കേരളത്തോട് നിർദ്ദേശിക്കുകയും ചെയ്തു. അതനുസരിച്ച് ഓഗസ്റ്റ് 9, അതായത് 2024 ഓഗസ്റ്റ് 9 ദുരന്തത്തിന് ശേഷം ഓഗസ്റ്റ് 9 മെമ്മോറാണ്ടത്തിന്റെ കരട് IMCTയുടെ മുന്നിൽ അവതരിപ്പിക്കുകയും അവരുടെ വിശദമായ പരിശോധനകൾക്ക് ശേഷം ഓഗസ്റ്റ് 17 1202 കോടി രൂപയുടെ നഷ്ടത്തെ സംബന്ധിച്ച വിശദാംശങ്ങളോടെ വിശദമായ നിവേദനം കേന്ദ്രത്തിന് സമർപ്പിച്ചു. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാകുന്നത്? സംസ്ഥാനം ഓഗസ്റ്റ് മാസം 17-ാം തീയതി വിശദമായ മെമ്മോറാണ്ടം കേന്ദ്രത്തിന് നൽകി എന്നതിനപ്പുറത്തേക്ക് എനിക്കൊന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ കേന്ദ്രം, ഇതാണ് സംസ്ഥാനത്തിന്റെ വാദം. ഇതിനുശേഷം MPമാരുടെ യോഗം നടന്നപ്പോഴെല്ലാം പറയുന്ന പോലെ നമ്മൾ കണ്ടു നിൽക്കുന്ന ആളുകൾക്ക് ഇത് ഏതാണ് സത്യം ഏതാണ് നുണ എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത വണ്ണമാണ്. ജൂലൈ 29 ദുരന്തമുണ്ടാകുന്നു. ഓഗസ്റ്റ് 9 നിവേദനം നൽകിയെന്ന് സംസ്ഥാന സർക്കാർ പറയുന്നു. അത് നവംബർ 13 നിവേദനം നൽകിയെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറയുന്നു. ഏതാണ് സത്യം, ആരെയാണ് വിഡ്ഢികളാക്കുന്നത് ഇവരൊക്കെ ചേർന്ന് എന്നുള്ളത്